കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, കോട്ടൺ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ളതല്ല. എന്നാൽ കോട്ടൺ വെയർ ചെയ്യണം, കോട്ടൻ്റെ ഫീലിംഗ് വേണ്ട, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ആകുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, മസ്ലിൻ്റെ ഒക്കെ ഒരു ഫീലിംഗിലേക്ക് വരുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് പേസ്ലി പ്രിന്റ്, വളരെ നേരമായിട്ട് പോകുന്ന പോലത്തെ ഒരു ലീഫിന്റെ പ്രിന്റ്. അതിന്റെ കൂടെ തന്നെ ഫോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗൺസ് ഒക്കെ പോലത്തെയുള്ള കുർത്തികളൊക്കെ ചെയ്യാൻ, ഫ്രോക്ക് മോഡലുള്ള കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് രണ്ട് ഡിസൈൻ്റെ രണ്ട് കളേഴ്സും ഇതാണ്. ഫസ്റ്റ് വൺ കാണുന്നത് ബ്ലാക്കിനകത്തേക്ക് അങ്ങനത്തെ ഒരു ലീവ്സിന്റെ പ്രിന്റ് ആണ്. പിന്നെ അതിനകത്ത് ഗോൾഡ് കളറും കൂടെയുള്ള ഫോയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മസ്ലിന്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് ഫാബ്രിക്കിന് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ സെയിം പ്രിന്റ് തന്നെ ഗ്രീൻ കളറിലേക്ക്, പീക്കോ ഗ്രീൻ കളറിലേക്ക് വരുന്നു. പ്രൈസ് 169 ആണ്. അത് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിലേക്ക് പോകുന്നു, സ്മോക്ക് ഗ്രേയുടെ കളറിലേക്ക് പോകുന്നു. പ്രിന്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് വരുന്നത് കുറച്ചധികം ഫ്ലവേഴ്സ് ഒക്കെ കൂടെ ഉള്ളതാണ്. ഈ ഒരു സ്റ്റൈലിലേക്ക് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇതിനകത്തും ഫോയിൽസ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഒരുപാട് അങ്ങനെ എടുത്തു കാണിക്കുന്ന പോലെയുള്ള ഫോയിൽ അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്കിന്റെ ടോണിലേക്ക് പോകുന്നു. സെയിം പ്രിന്റ് തന്നെ, ഇപ്പൊ നമ്മൾ കണ്ട സ്മോക്ക് ഗ്രേയുടെ പ്രിന്റ് തന്നെ ഓണിയൻ പിങ്കിന്റെ കളറിലേക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ പ്രൈസ് ഒന്നുകൂടെ പറയാം, 169 ആണ്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.